പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാർത്ഥിനിയെ പുതിയ സ്കൂളിലേക്ക് മാറ്റി. പള്ളുരുത്തിയിലെ തന്നെ ഡോൺ പബ്ലിക് സ്കൂളിലേക്കാണ് മാറ്റിയത്. അന്തസ് ഉയർത്തിപ്പിടിച്ച് മകൾ പുതിയ സ്കൂളിലേക്ക് പോകുന്നുവെന്ന് പിതാവ് അനസ് നൈന ഫേസ്ബുക്കിൽ കുറിച്ചു. ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ ശിരോവസ്ത്രമിട്ടുകൊണ്ട് ഈ കുട്ടിക്ക് ആത്മാഭിമാനത്തോടു കൂടി പോയി പഠിക്കാൻ കഴിയുന്ന ഒരു സ്കൂളിലേക്ക് താൻ തന്റെ മകളെ വിടുന്നു എന്ന അഭിമാനം ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് അല്ലേ ലേബി സജീന്ദ്രൻ? കുഞ്ഞു പോയി പഠിച്ചു തുടങ്ങിയോ ഇന്നു മുതൽ? ഡോക്ടർ അരുൺ, തിങ്കളാഴ്ച മുതൽ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് മുതൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടി സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. ഡോൺ പബ്ലിക് സ്കൂൾ പള്ളുരുത്തിയിലേക്കാണ് കുട്ടി പ്രവേശനം നേടിയത്. കഴിഞ്ഞ ദിവസം TC മാറ്റി കുട്ടിയെ ഈ സ്കൂളിലേക്ക് മാറ്റി ചേർത്തിരുന്നു. അതിനുശേഷമാണ് കുട്ടി കഴിഞ്ഞ ദിവസം പോയെങ്കിലും ക്ലാസ് റൂമിൽ വച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് കയറിയത്. ഹിജാബ് ഇന്ന് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ച് ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടൊരു സ്കൂളിലേക്ക് പോകാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് കുട്ടിയുടെ പിതാവ് അനസ് നൈന FBയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ കേസ് വന്ന സമയത്ത് ഇത്തരത്തിൽ കുട്ടിയെ സ്കൂൾ മാറ്റുകയാണ് എന്നുള്ള കാര്യം അനസ് കോടതിയെ അറിയിച്ചിരുന്നു. അതേ തുടർന്ന് സ്കൂളിനെതിരെയുള്ള നടപടിയൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം വിദ്യാഭ്യാസ വകുപ്പും അറിയിച്ചു. ഏതായാലും കോടതിയിൽ കേസ് തീർപ്പായ സാഹചര്യത്തെ തുടർന്ന് കുട്ടിയെ സ്കൂൾ മാറ്റിയിരിക്കുന്നു. കുട്ടി ഏതായാലും ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പുതിയ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്തസ് ഉയർത്തിപ്പിടിച്ച് പുതിയ സ്കൂളിലേക്ക് കുട്ടി പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് പിതാവ് അനസ് നൈന FBയിൽ കുറിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺ, സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. അത്ര സന്തോഷമില്ല, കാരണം ആ കുട്ടി ആ സ്കൂളിൽ തന്നെ പഠിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിലാണ് ആ സമയം തന്നെ ആ സ്കൂളിൻ്റെയും അധ്യാപകരുടെയും ഒപ്പം ആ കുഞ്ഞിൻ്റെയും ഒക്കെ ആത്മാഭിമാനം ഉയർത്തി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. എങ്കിലും തലയിൽ 3/4 മീറ്റർ തട്ടമിട്ട് വന്നാൽ ഭയപ്പെടുന്ന കുട്ടികളില്ലാത്ത ഒരു സ്കൂളിൽ, അങ്ങനെ ഭയപ്പെടുന്ന അധ്യാപകരില്ലാത്തൊരു സ്കൂളിൽ ഇനി ആത്മാഭിമാനത്തോടു കൂടി ആ കുട്ടി പഠിക്കും. ആ കുട്ടി പഠിക്കട്ടെ. ശിരോവസ്ത്രം ഇട്ടുവരുന്ന കുട്ടിയെ കണ്ടാൽ ഭയപ്പെടുന്നുവെന്ന് മറ്റു കുട്ടികൾ പറയാത്ത ഒരു സ്കൂളിലേക്ക് ആ കുട്ടി പോയിരിക്കുന്നു. ആ കുട്ടി അവിടെ പോയി പഠിക്കട്ടെ, മിടുക്കിയാവട്ടെ, ആകാശങ്ങൾ കീഴടക്കട്ടെ.